മാവേലിക്കര നാടക ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14-ന് മാടൻ മോക്ഷം നാടകം മാവേലിക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മാവേലിക്കര നാടക ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന നാടകമായ മാടൻ മോക്ഷം ഫെബ്രുവരി 14 ശനിയാഴ്ച മാവേലിക്കരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒരുപാട് നാടക പൂർവ്വസൂരികളുടെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമിതിക്ക് രൂപം കൊടുത്തത്. അങ്ങനെ മാവേലിക്കര നാടക ആസ്വാദക സമിതിയുടെ ഉദ്ഘാടനമാണ് ഫെബ്രുവരി 14-ാം തീയതി നടക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി. ആ സമിതിയിലെ മാവേലിക്കരയുടെ ആദരണീയനായ MLA ശ്രീ MS അരുൺകുമാർ, മാവേലിക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലളിത രവീന്ദ്രനാഥ്, അതുപോലെ തന്നെ ഞങ്ങളുടെ രക്ഷാധികാരിയായ പ്രൊഫസർ VI ജോൺസൺ തുടങ്ങി ഒരു 6 പേര് ഉൾപ്പെടുന്ന രക്ഷാധികാര സമിതിയും രൂപപ്പെടുത്തി. ഞങ്ങൾ വിചാരിക്കുന്ന ഏകദേശം 3000-ൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു നാടക പ്രോഗ്രാമായി മാവേലിക്കര ഫെബ്രുവരി 14-ന് മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഇന്നത്തെ ദിവസത്തെ ഒരു പങ്കാളിത്തവും താല്പര്യവും കാണുമ്പോൾ നമുക്ക് വളരെ ആത്മവിശ്വാസമുള്ള കാര്യം. ശേഷം ഫെബ്രുവരി 14-നോടുകൂടി മനസ്സെന്ന പേരിൽ ഒരു സാംസ്കാരിക സമിതി ഉദ്ഘാടനം ചെയ്യുകയാണ്. മനസ്സെന്ന പേരിൽ ഈ സംഘാടക സമിതി ഒരു സ്ഥിരം സംവിധാനമായിട്ട് മാറുകയാണ്. മാവേലിക്കര നാടക ആസ്വാദക സമിതി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ആ മനസ്സെന്ന് പറയുന്ന സംഘടന ഒരു മനസ്സായിട്ട് നാടകത്തെ സ്നേഹിക്കുന്ന, നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, നാടകത്തിനെ ആസ്വദിക്കുന്ന, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നാടകത്തെ നോക്കിക്കാണുന്ന എല്ലാവർക്കും ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ മനസ്സ് മാറും. ഇതിനായുള്ള സംഘാടക സമിതി വിപുലീകരണവും ധനസമാഹരണ ഉദ്ഘാടനവും നടന്നു. മാവേലിക്കര AR സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ സമിതി ചെയർമാൻ ഹരിദാസ് പല്ലാരിമംഗലം അധ്യക്ഷനായി. മാവേലിക്കര നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ കൺവീനറായി അരുൺ ലോകൂത്തര, കൺവീനറായി രഞ്ജിത്ത് മീഡോസ്, ട്രഷററായി മുരുകൻ KS, രക്ഷാധികാരി സമിതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് MB, അരുൺകുമാർ MLA, മാവേലിക്കര നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, മാവേലിക്കര CI C ശ്രീജിത്ത്, പ്രൊഫസർ VI ജോൺസൺ, ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇതോടൊപ്പം 17-അംഗ കമ്മിറ്റി നിലവിൽ വന്നു. CDNet ന്യൂസ് മാവേലിക്കര.